മകരവിളക്ക് ദിനം അടുക്കവേ ശബരിമലയിലേക്കുള്ള തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി ഇനി സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല. ശരാശരി 1 ലക്ഷത്തിനു മുകളിൽ തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തുന്നത്. തിരക്കേറിയതോടെ പലയിടത്തും ഘട്ടം ഘട്ടമായി നിയന്ത്രിച്ചാണ് തീർത്ഥാടകരെ ദർശനത്തിനായി കടത്തിവിടുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. മകരവിളക്ക് ദിനമടുത്തതോടെ ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തുടരുന്നു. ദിവസവും ശരാശരി 1 ലക്ഷത്തിനോടനുബന്ധിച്ച് തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. പമ്പ വഴിയുള്ള തിരക്ക് കണക്കിലെടുത്ത് പുല്ലുമേട് വഴി എത്തുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇന്നു മുതൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല. മകരവിളക്ക് ദിനമായ 15-ന് വെർച്വൽ ക്യൂ 40,000-ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. അന്നേ ദിവസം രാവിലെ 10 വരെ മാത്രമേ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടുകയുള്ളൂ. തലേ ദിവസം തീർത്ഥാടകരുടെ എണ്ണം 50,000-ആയും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രായമായവരും കുട്ടികളും ദർശനത്തിനെത്തുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ അഭ്യർത്ഥന. 16 മുതൽ 20 വരെയുള്ള ഈ ദിവസങ്ങളിൽ നിയന്ത്രണമുണ്ടാകില്ല. ഇതിനിടെ സന്നിധാനത്ത് പോലീസിൻ്റെ പുതിയ ബാച്ച് ചുമതലയേറ്റു. 2500 പോലീസുകാരെയാണ് ഇത്തവണ സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ദേവസ്വം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗങ്ങളും സന്നിധാനത്ത് നടക്കും. ക്യാമറമാൻ ജയപ്രകാശ് കൊട്ടാരക്കരയ്ക്കൊപ്പം കെ പി ശ്യാമപ്രസാദ്, കൈരളി ന്യൂസ്, സന്നിധാനം.